നമസ്കാരം. കേന്ദ്ര ബജറ്റ് അവതരണം തുടരുകയാണ്. സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ പറഞ്ഞു. വികസനത്തിനുള്ള സാധ്യതകൾ ഉപയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അടൽ ഇന്നൊവേഷൻ മിഷന്റെ കീഴിൽ രാജ്യത്തെ സ്കൂളുകളിൽ അടൽ ടിങ്കറിംഗ് ലബോറട്ടറി സ്ഥാപിക്കും. കുട്ടികളുടെ ചിന്താശേഷി ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപിക്കും. ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക, സുസ്ഥിര വികസിത മേഖലകളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടായിരിക്കും ഇത്. എല്ലാ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഭാരത് നെറ്റിന്റെ പിന്തുണയോടെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ഉറപ്പാക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി 5 ലക്ഷമാക്കി ഉയർത്തുമെന്നും പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ നൽകിയുള്ള പ്രഖ്യാപനങ്ങളുമുണ്ട്. എല്ലാ പ്രാദേശിക ഭാഷകളിലും പാഠപുസ്തകം, സർക്കാർ സ്കൂളുകൾക്ക് ഇന്റർനെറ്റ് സേവനം ഉറപ്പാക്കും. സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് കൂടുതൽ സീറ്റുകൾ എന്നിങ്ങനെയാണ് പ്രഖ്യാപനങ്ങൾ. കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കായി പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ബജറ്റിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാനങ്ങളുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക. കാർഷികോൽപാദനം കുറഞ്ഞ മേഖലയ്ക്ക് ധനസഹായം നൽകും. രാജ്യത്തെ 100 ജില്ലകൾക്കാണ് ആദ്യഘട്ടത്തിൽ സഹായം. ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. ബീഹാറിന് കൈനിറയെ പ്രഖ്യാപനങ്ങളുമുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി, ഓൺടർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് സ്ഥാപിക്കും. ബീഹാറിന് മക്കാന ബോർഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉൽപാദനം, മാർക്കറ്റിംഗ് നടപടികളെ ത്വരിതപ്പെടുത്തും. മക്കാന കർഷകരെ ശാക്തീകരിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. സസ്യാഹാരികളുടെ പ്രോട്ടീൻ സംഭരണ കേന്ദ്രം എന്നറിയപ്പെടുന്നതാണ് മക്കാന എന്ന ബീഹാറിലെ പ്രത്യേകതരം താമരവിത്ത്. വനിതാ സംരംഭകർക്ക് 2 കോടി രൂപ വരെ വായ്പയുണ്ട്. പ്രഖ്യാപനം 5 ലക്ഷം സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം ആരംഭിച്ചത്. ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് ധനമന്ത്രി പറഞ്ഞു. 6 മേഖലകളിലാണ് ഈ ബജറ്റ് ഊന്നൽ നൽകുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു.